നമുക്ക് ചുരിദാർ നെക്സ്റ്റ് വരുന്നത് നല്ല പ്രീമിയം ലുക്ക് വരുന്ന ഐറ്റം ആട്ടോ. അത്യാവശ്യം നല്ല ഫാബ്രിക് ആണ്. പിന്നെ അതിന്റെ മെയിൻ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് അതിന്റെ വർക്കില് ഓരോ ഫ്ലവേഴ്സും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോലെ കുറച്ചിങ്ങനെ പെറ്റൽസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാട്ടോ. ഇതിന്റെ എതളെതളായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ്. അത് ദുപ്പട്ടയിൽ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇതിന്റെ അകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇതുണ്ട് ഓരോ ഫ്ലവേഴ്സിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പിടിപ്പിച്ചേക്കും കേട്ടോ. അപ്പൊ കാണുമ്പോൾ ഒരു ഭംഗി കൂടുതലാണ്. ബോട്ടം ഒരു സിൽക്കി ഫിനിഷിൽ സെയിം മോഡൽ തന്നെ. നമുക്ക് ടോപ്പിൽ വരുന്ന ഏകദേശം ആ ഒരു ടൈപ്പ് തന്നെ കേട്ടോ. കുറച്ച് സിൽക്കി ഫിനിഷ്, സാറ്റിൻ മോഡൽ അല്ല. കുറച്ചുകൂടെ ഒരു ലുക്ക് കൂടുതൽ കിട്ടും നമുക്ക് ബോട്ടം തയ്ച്ചിട്ടാൽ പോലും. ഇത് ടോപ്പിന്റെ ആ ഒരു താഴെ ദാമൻ ഡിസൈനിലും ആ ഒരു ബോർഡർ ഡിസൈനിലും കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പെറ്റൽസ് എല്ലാം അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. മെറ്റീരിയലും നല്ലതാണ്, കളർ പിന്നെ പറയേണ്ട ആവശ്യമില്ല, നല്ല കളേഴ്സ് ആണ് എല്ലാം കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും. ഇതിന്റെ നമ്പർ വരുന്നത് നോക്കിക്കോട്ടെ, CN 574. ഇത് പ്രീമിയം കളക്ഷൻ ആട്ടോ. 2890 പ്രൈസ് വരുന്നത്. അടുത്തത് നല്ല സ്പെഷ്യൽ കളർ ആട്ടോ. അതായത് കുറച്ച് ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ്, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. അതിലും ഞാൻ പറഞ്ഞ പോലെ ഓരോ ഫ്ലവേഴ്സിനെയും നമുക്ക് ഇങ്ങനെ എടുത്തെടുത്ത് കാണാൻ പറ്റും. ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും. അത്രയും അങ്ങനെ ഒരു രീതിയിലാണ് ഓരോ ഫ്ലവേഴ്സും ചെയ്തേക്കുന്നത്. അത് ദുപ്പട്ടയിലും സെയിം രീതി തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ കാണുമ്പോൾ നോർമൽ എംബ്രോയിഡറി പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഓരോ ഫ്ലവേഴ്സിന്റെ ഭംഗി എന്താണെന്നുള്ളത്. നമ്മൾ ആപ്ലിക്കിന്റെ ഒക്കെ ചെയ്യുന്ന സൈസ് ആ ഒരു ഫ്ലവർ ഇല്ലേ, അത് തന്നെ ഫുൾ എംബ്രോയിഡറി ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായിട്ട് കൊടുത്തേക്കും കേട്ടോ. അപ്പൊ എന്തായാലും പ്രീമിയം ആയിട്ട് മേടിക്കുന്നവർക്ക് അടിപൊളിയായിട്ടുള്ള ഐറ്റം ആണ്. അപ്പൊ ഇതിന്റെ താഴെ ദാമൻ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയലും കൂടിയതാണ്, സിൽക്ക് ചന്ദേരി ഫാബ്രിക് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിന്റെ നമ്പർ CN 575, റേറ്റ് സെയിം ആണ്. അടുത്താണ് നമുക്ക് അടുത്ത ഷെയ്ഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ ലൈറ്റ് വയലറ്റ് ടോൺ ഇല്ലേ, നമ്മുടെ ലാവണ്ടറിന്റെ ഒക്കെ ഒരു മോഡൽ തന്നെ. അതിൻ്റെ അകത്ത് ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്, തീരെ ലൈറ്റ് അല്ല കേട്ടോ, നല്ല കളറാണ്. അതിൻ്റെ അകത്ത് ആ സെയിം തന്നെ ഫ്ലവർ ഡിസൈൻ കൊടുത്തേക്കുന്നത്. ഫുൾ നോർമൽ എംബ്രോയിഡറി അല്ല കേട്ടോ. അതിന്റെ ആ ഒരു പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനത്തെയാണ്. കയ്യിൽ കിട്ടുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്. പ്രീമിയം ഐറ്റംസ് നോക്കുന്നവർക്ക് അടിപൊളിയായിട്ടുള്ള ഐറ്റം. ബോട്ടം സെയിം ഫാബ്രിക്, അതായത് സിൽക്ക് മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് ബോട്ടത്തിനും കൊടുത്തേക്കുന്നത്. ലാസ്റ്റ് കളർ ഇതാണ്. ലാസ്റ്റ് കളർ പ്രീമിയം ഐറ്റത്തിലെല്ലാം തന്നെ ഈ ഒരു ഷെയ്ഡ് ഉണ്ടാവും കേട്ടോ. ഈ ലൈറ്റ് ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഫിനിഷിൽ വരുന്ന ഒരു ഗ്രീൻ, കുറച്ച് ഭംഗിയുണ്ട് ഈ ഒരു കളറിനൊക്കെ. അപ്പൊ അതിന്റെ കൂടെ ഈ ഒരു ഓഫ് വൈറ്റ് കളറുള്ള ഫ്ലവേഴ്സും കൂടെ വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസിലെല്ലാം നിങ്ങൾ നോക്കിയാൽ മതി. കളേഴ്സ് ഒക്കെ ഈ ടൈപ്പിന് സ്പെഷ്യൽ കളേഴ്സ് ആയിരിക്കും എല്ലാം തന്നെ വെക്കുക. അത് അതിൻ്റെതായ ഒരു പ്രീമിയം ടൈപ്പിൽ വരുന്ന എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ലുക്ക് ഒന്ന് വേറെയാണ് നമ്മൾ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ. നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റം ആണ്. ഇത് ശരിക്കും നമ്മൾ ഒരു 1500 മേലോട്ടുള്ളതിനൊക്കെ ഞാൻ എല്ലാം തന്നെ ഡ്രൈ വാഷ് ആണ് പറയാറ്. ഇത് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. കൂടി നിൽക്കുന്നവർ പറ്റുകയാണെങ്കിൽ എല്ലാവരും ആ ഒരു ഡ്രൈ വാഷിന് ചെയ്യുന്ന കേട്ടോ നല്ലത്. ഇതിന്റെ നമ്പർ CN 576, റേറ്റ് 2890.